പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഒരു സമയം ഒരിക്കൽ കൂടെ കർത്തൃപാദപീഠത്തിൽ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫേസ്ബുക്ക് ലൈവിൽ കൂടെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരവസരവും കൂടെ സ്വർഗത്തിലെ കർത്താവ് നൽകിയ കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്ക് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വം പുകഴ്ചയും സർവകൃപാലുവാരിക ദൈവത്തിന് ഈ സമയത്ത് അർപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് ദൈവം മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ പകൽക്കാലം ദൈവം മുൻപാകെ ആയിരിക്കുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഇവരെ സഹായിക്കുമാറാകട്ടെ. ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അഭിഷക്ത ദൈവദാസന്മാർക്കും ഈ വചന ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായിരിക്കുന്ന സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ശ്രേഷ്ഠകരമായ രീതിയിൽ സർവകൃപാലുവാരിക ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവകൃപറിയുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷയും തുറന്നുള്ളതായിരിക്കുന്ന നാളുകളിൽ കർത്താവ് നമ്മൾ അതിശയകരമായി നടത്തേണ്ടതിനു വേണ്ടിയും അത് ഈ മിനിസ്ട്രിയെ വഹിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ കർത്താവിന്റെ വലിയ അദൃശ്യമാകുന്ന കരം പ്രവർത്തിക്കുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്ത് അല്പസമയ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. അതിനാധാരമായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യവുമായി സകല ജനത്തോടും കൂടി നിങ്ങളിൽ വാഴട്ടെ. 2 വാക്യം ഇന്ന് പകൽക്കാലം വായിച്ചിരിക്കും. 1 ക്രിസ്തുവിന്റെ സമാധാനം, 2 അത് ക്രിസ്തുവിന്റെ വചനം. സ്തോത്രം. ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് സമാധാനം, ഒരു പഠനം സമാധാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. കലാലയങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ അത് കുടുംബത്തിൽ സമാധാനം വേണം, കലാലയങ്ങളിൽ സമാധാനം വേണം, സമൂഹത്തിൽ സമാധാനം വേണം. ഇതെല്ലാം നമ്മളെല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. ലോക സമാധാനത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന സമാധാനം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം സമാധാനം എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് സവിസ്തരമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകം അത് സവിസ്തരമായി പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പകൽക്കാലം നമുക്ക് ദിവസമായിരിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ 31,173 വാക്യങ്ങളടങ്ങിയ വിശുദ്ധ തിരുവചനത്തിൽ 241 പ്രാവശ്യം സമാധാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. 241 പ്രാവശ്യം സമാധാനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ 151 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 88 പ്രാവശ്യവും സമാധാനം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തന്നെ സമാധാന നിയമം എന്ന 4 പ്രാവശ്യവും സമാധാന യാഗമെന്ന് 85 പ്രാവശ്യവും അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സമാധാനം എന്ന വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്ന ഐറിൻ എന്നാണ്. സമാധാനം എന്ന വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഐറിൻ എന്നാണ്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ പതറാത്ത മാനസിക അവസ്ഥ എന്നാണ് ഐറിൻ എന്ന വാക്കിന്റെ അർത്ഥം. പ്രശ്ന സങ്കീർണമായ ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ കൂടെ കടന്നു പോകേണ്ട വ്യക്തികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. സുഖ സമ്മിശ്ര ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ സന്തോഷം, നാളെ സന്തോഷമാണെങ്കിൽ നാളെ എന്നാൽ അതിന്റെ നടുവിൽ ദൈവം നമ്മുടെ അന്തരംഗത്തിനകത്ത് തരുന്ന ഒന്നാണ് ദൈവിക സമാധാനം. അതിന് പറയുന്ന പേരാണ് ഐറിൻ എന്ന വാക്ക്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ മനുഷ്യർ കടന്നുപോയപ്പോൾ അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച് അനേക അഭിഷക്തന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും
ഉദാഹരണമാണ് പത്രോസ് എന്ന് പറയുന്നത്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് തൃപ്തിയായി, അല്ലെങ്കിൽ അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് തോന്നിയപ്പോൾ പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി. അവൻ 4 ചേവകന്മാരുടെ കാവൽ നിർത്തി. അത് 2 കാലുകളും കൈകളും ആമത്തിലിട്ട് അല്ലെങ്കിൽ ചങ്ങലിട്ട് അനങ്ങാൻ കഴിയാതെ പത്രോസ് അത് അവിടെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവൻ സകലതും തനിക്ക് പ്രതികൂലമായി, എല്ലാ വഴികളും തന്നെ അടഞ്ഞെന്ന് തോന്നിയപ്പോൾ അവൻ സ്തോത്രം വായിക്കുന്ന ഇങ്ങനെയാണ്: അന്ന് രാത്രിയിൽ പത്രോസ് സുഖകരമായി കിടന്നുറങ്ങാനിടയെന്ന് പറഞ്ഞാൽ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കടന്നുപോയപ്പോൾ ദൈവിക സമാധാനത്താൽ പത്രോസിന് നിറച്ചു കഴിഞ്ഞപ്പോൾ നാളെ എന്താകും എന്നുള്ള ചിന്ത അവനെ ഭരിക്കാതെ വണ്ണോ അവൻ സ്തോത്രം ഹല്ലേലൂയ ആ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ താൻ കടന്നുപോയപ്പോൾ സ്വർഗീയ സമാധാനം, ദൈവിക സമാധാനത്താൽ കർത്താവ് നിറച്ചപ്പോൾ വചനം പറയുന്നു അത് ദൂതൻ വന്ന് തട്ടി ഉണർത്താനിടയായി തീർന്നു. അതാണ് ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. അത് പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഭക്തനെ കരുതുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനെ, ദൈവത്തിന്റെ മകളെ കരുതുന്ന വിധം എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിലാണ് ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകുന്നത് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവമക്കൾ, ഒരു കാര്യം ഞാൻ പറയും, അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയാ, ഏതെങ്കിലും പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ നാം ഒറ്റയ്ക്കല്ല. അവിടെ നമ്മെ സഹായിപ്പാനോ, അത് നമ്മെ വിടുവിക്കുവാനും നമ്മെ കരുതുവാനോ, അത് നമുക്ക് സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷിതാവായിരിക്കും, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. അത് പത്മോസിന്റെ ദ്വീപിലേക്ക് യോഹന്നാന് അത് നാട് കടത്തുമ്പോൾ സഭക്കാരില്ല, അത് ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, ആരും തന്നെ അവിടെ ഇല്ല. എന്നാൽ വചനം പറഞ്ഞിങ്ങനെയാണ്, ഹല്ലേലൂയ, അത് പത്മോസിന്റെ ഏകാന്തതയിൽ അത് യോഹന്നാൻ അത് കിടക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കൂട്ടങ്ങൾ തന്റെ ജഡത്തെ ആഗ്രഹിച്ചുകൊണ്ട് അത് തന്റെ ജഡത്തെ തിന്നുവാൻ വേണ്ടി നിൽക്കുന്ന കഴുകൻ കൂട്ടങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിനു മുമ്പ് തനിക്ക് മുമ്പായിട്ട് നാട് കടത്തിയ സ്തോത്രം മനുഷ്യന്റെ അസ്ഥിക്കൂമ്പാരങ്ങൾ കാണാൻ കഴിയും. അത് കര കാണാൻ കഴിയാത്ത രീതിയിൽ, അത് പത്മോസിന്റെ ദ്വീപിൽ ദൂരട്ട് കര കാണാൻ കഴിയാത്ത രീതിയിൽ അത് താനായിരിക്കുമ്പോൾ എല്ലാവരും താൻ ഒറ്റപ്പെടാനിടയായി തീർന്ന നമ്മൾ നോക്കി അവിടെ താൻ പതറിപ്പോകാതെ അവിടെ നിലനിർത്തി ഒന്നാണ് ദൈവിക സമാധാനം. അത് മാത്രമല്ല സ്തോത്രം താൻ അവിടെ ആയിരിക്കുമ്പോൾ അത് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ ആയിരിക്കുമ്പോൾ ആരും തനിക്ക് സഹായിപ്പാനില്ലെങ്കിലും കർത്തൃദിവസത്തിൽ ആത്മവിവശനായി തന്നോട് സംസാരിക്കും നാദം എന്തെന്ന് കേൾക്കുവാൻ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്തോത്രം കർത്താവിനെ തന്നെ കാണാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അത് ഈ പ്രഭാതത്തിൽ ആത്മീക ദൂത് കൈമാറ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലോ, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലോ, ആരും നമുക്ക് ഇല്ലെങ്കിലും നമ്മെ എടുത്ത കർത്താവ് ഹല്ലേലൂയ കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് സ്തോത്രം നമ്മോട് കൂടെ തന്നെ ഇരിക്കും. ആ കൂടെ തന്നെ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ അന്തരംഗത്ത് നമ്മുള്ളിൽ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിലൂടെ കയറി പോകുമ്പോൾ ദൈവിക സമാധാനത്താൽ അത് സ്വർഗത്തിലെ ദൈവം നമ്മെ നിറയ്ക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അത് ജീവിതത്തിൽ ഹല്ലേലൂയ ആ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കടന്നുപോയവർക്കറിയാം ജീവിതത്തിൽ ഹല്ലേലൂയ ആ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കടന്നുപോയ വേളയിൽ അത് സ്വർഗത്തിലെ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ഒരിക്കലും നമ്മെ കൈവിടാതെ വണ്ണോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലേക്ക് വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. അത് നമുക്കറിയാവുന്ന പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ ആരൊക്കെ കടന്നുപോയിട്ടുണ്ടോ അവരൊക്കെ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനത്താൽ സ്വർഗത്തിലെ കർത്താവ് നിറച്ചിട്ടുണ്ട്. അത് സ്തോത്രം, അത് പ്രവാസത്തിൽ കഴിയുന്ന ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകാതിരിക്കുന്ന അത് ചന്ദ്രക്കും മേശക് അഭയനിനകവും ഹല്ലേലൂയ ദാനിയേൽ സ്തോത്രം വായിക്കുന്ന ഇങ്ങനെയാണ്: ദാനിയേൽ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലം അടക്കി. രാജാവിനെ അല്ലാതെ ദാരിയസ് രാജാവിന്റെ വിളംബരം രാജാവിനെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കില്ല എന്നുള്ളതായിരിക്കുന്ന വിളംബരം പ്രഖ്യാപിച്ചപ്പോൾ അകത്ത് പ്രമാണമുള്ളതായിരിക്കുന്ന ദാനിയേല് സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥന മുടക്കിയില്ല. താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് ദാനിയേല് പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. സകലരും തനിക്കെതിരെ, സകലരും സ്തോത്ര
രാജിക കൽപ്പനയ്ക്ക് വിരോധമായിട്ട് നിൽക്കാതെ രാജി കൽപ്പനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ രാജിക സ്വർഗീയ രാജാവിന്റെ കൽപ്പനയ്ക്ക് എതിര് നിൽക്കാതെ സ്വർഗീയ രാജാവായിരിക്കുന്ന സർവശക്തനായ സകലതും ഉണ്ടാകട്ടെ ഉച്ചാരണത്തിൽ ഉളവാക്കിയ ആ കർത്തൃപാദപിടത്തിൽ അത് ദാനിയേൽ മുട്ടുമടക്കാനിടയായി തീർന്നു. പ്രശ്നമൊന്നും ദാനിയേലിനൊരു വിഷയമില്ല. ദാനിയേലിന് അറിയാം അത് എന്റെ അകത്ത് ദൈവിക സമാധാനം നൽകി പ്രശ്നത്തിന് മീതെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിൽ കർത്താവിനെ നിറയ്ക്കും. ആ അന്തരംഗത്തിന് ആ ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേൽ ഹല്ലേലൂയ മറ്റുള്ളവർ ആരെയും നോക്കാനിടയായി തീർന്നില്ല. രാജാവ് പുറപ്പെടുവിച്ച വിളംബരമോ തനിക്കെതിരെ നിൽക്കുന്നതായിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥകൾ ഒന്നും ദാനിയേൽ നോക്കിയില്ല. ദാനിയേൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ ദാനിയേൽ പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ കർത്താവ് രേഖ എഴുതി മാറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത്. അല്ല, കർത്താവ് സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്നാണ് പ്രാർത്ഥിച്ചാൽ ഇതൊന്നും ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ട കാര്യം. ഇതൊക്കെ പ്രാർത്ഥിക്കാനായിരുന്നെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊന്നുമല്ല കർത്താവ് എന്നാണ് ഞങ്ങളുടെ പ്രവാസം തീരുന്നത്? ബാബേൽ പ്രവാസം എന്നാ തീരുന്നത്? എന്നാ ഞങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്നത്? എന്നാ കർത്താവ് നൽകിയ രാജ്യത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുപോകേണ്ടത്? ഇത് മാത്രമേ ദാനിയേലിന്റെ ജീവിതത്തിലുള്ളൂ. ആ ദാനിയേൽ ഹല്ലേലൂയ പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ അത് കടന്നുപോയപ്പോൾ അവിടെ സ്തോത്രം പതറാതെ ദൈവ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ഹല്ലേലൂയ പ്രതികൂലം കടന്നു വന്നു. എന്നാൽ പ്രതികൂലത്തിന് മീതെ ദൈവത്തിന്റെ കരം ദാവീദിന് വേണ്ടി എഴുന്നേൽക്കാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അത് ദൈവത്തിന്റെ സന്നായിരിക്കുന്ന അഭിഷക്തന്മാരെ ദൈവമക്കളെ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ സ്തോത്രം നാം ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. തീർച്ചയായിട്ടും മറന്നു പോകാതിരിക്കേണ്ട കാര്യം നാം ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ വാതിൽ അടയ്ക്കിയ ദൈവമല്ല, അവൻ നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ അവൻ നമ്മളെ നന്മ മുടക്കുന്ന ദൈവമല്ല, അവൻ നന്മ തുറക്കുന്ന ദൈവമാണ്. അതിനൊപ്പം നിങ്ങൾ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ലെന്ന് പറയുന്ന കാരണം അത് നമ്മുടെ കർത്താവ് തന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ നന്മ മുടക്കും ദൈവമല്ല, അവൻ നമുക്ക് വേണ്ടി വഴി തുറക്കും ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഓർത്ത് കർത്താവ് നാളെ എന്റെ അവസ്ഥ എന്തായിത്തീരും, നാളെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയാണ് ഞാൻ ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ അന്തം എന്തായിരിക്കും എന്നുള്ള ആകുല ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവത്തിന്റെ കരം എങ്ങനെയാണ് നമുക്ക് അനുകൂലമായി തീർന്നത് എന്ന് നാം ചിന്തിക്കണം. ഇന്നലകളിൽ സകലരും നമ്മെ ഉപേക്ഷിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വാസം പറയാതെ പലരും നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ അവിടെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരം എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇന്നലകളിൽ ഹല്ലേലൂയ നടത്തിയ ദൈവം നാളുകളിലും എന്നെ നടത്തുവാൻ ശക്തനായിരിക്കും ദൈവമാണ്. ഹല്ലേലൂയ ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം നാളുകളിലും ഇതിന് ശ്രേഷ്ഠകരമായ രീതിയിൽ എന്നെ നടത്തുവാൻ ശക്തനായിരിക്കും ദൈവം എന്ന അന്തരംഗത്തിനകത്ത് അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുമ്പോൾ ഹല്ലേലൂയ ആ ഇടപെടൽ അനുസരിച്ച് പരിശുദ്ധാത്മാ ശക്തിയോട് നമ്മൾ നടത്താനിടയായി തീരും. നമുക്കറിയാവില്ല ഏലിയാവിന്റെ ജീവിതത്തിൽ സ്തോത്രം പ്രശ്ന സങ്കീർണമായ സാഹചര്യം ഉണ്ടായ സമയത്ത് ഏലിയാവ് ദൈവത്തിന് പറഞ്ഞ കാര്യമുണ്ട്, മതി യഹോവേ മതി, എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല. ഹല്ലേലൂയ ഇസബേൽ വെല്ലുവിളിച്ച് നിൽക്കുക, നാളെ ഈ നേരത്ത് എന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ ഞാൻ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അത് ഏലിയാവിന് നേരെ ഇസബേൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇസബേലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അത് നീയും നിന്റെ പ്രതിഭവനവുമാണ് ഇസ്രായേലിനെ നശിപ്പിക്കുന്നു എന്ന് ആഹാബിനോട് പറഞ്ഞതായിരിക്കും ആ ശക്തി ഏലിയാവിൽ നിന്ന് ചോർന്നു പോകാനിടയായി. ഏലിയാവ് പറഞ്ഞു ഞാൻ പിതാക്കന്മാർ ഒട്ടും ശ്രേഷ്ഠനല്ല. അത് ഹല്ലേലൂയ ഐറിൻ എന്ന വാക്ക് ദൈവം ഐറിൻ എന്ന വാക്ക് സമാധാനം. ഹല്ലേലൂയ ഐറിൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അതിന്റെ ദൈവം നമ്മുടെ അന്തരംഗത്തിരുന്ന സമാധാനം. അതാണ് ഐറിൻ എന്ന വാക്ക്. നോക്കി ഏലിയാവ് സ്തോത്രം ഇപ്പോൾ മാനസികമായി താൻ പതർന്നു നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാനായിരിക്കുക സ്തോത്രം തന്റെ ജീവിതത്തിൽ താൻ മരണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോൾ ദൈവം പറയുന്ന ഏലിയാവ് സ്തോത്രം എനിക്ക് നിന്നെ കൊണ്ട് വീണ്ടും ഉപയോഗിക്കുവാനുണ്ട്. നീ ഇവിടെ കിടക്കുന്നുള്ളവനല്ല. ഹല്ലേലൂയ നീ ഇനി യേഹൂനി അഭിഷേകം ചെയ്യണം, നിനക്ക് പകരമായിട്ട് ഹല്ലേലൂയ ഏലിശായി നീ അഭിഷേകം ചെയ്യണം. നോക്ക് പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ കൂടെ സ്തോത്രം ഹല്ലേലൂയ ഏലിയാവ് കടന്നുപോയപ്പോൾ ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് ഏലിയാവോട് പറയും ഏലിയാവ് നിനക്കിനി ഒരു ദൂരയാത്രയുണ്ട്, നിനക്കിനി ശുശ്രൂഷ തികയ്ക്കുവാനുണ്ട്. സ്തോത്രം ഏലിയാവ് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയ? മരണത്തിന് വേണ്ടി
വേണ്ടിയാ പ്രാർത്ഥിച്ചത്. പക്ഷെ ഏലിയാവിന് വചനം പറയുന്നു, മരണം കാണാതെ ദൈവം ഉടലോട് അത് സ്വർഗത്തിലേക്ക് കിടക്കാനിടയായി തീർന്നു. നമ്മുടെ ആഗ്രഹത്തിന് അപ്പുറമായിട്ട് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തക്കപ്പുറമായിട്ട്, നമ്മുടെ വികാരങ്ങൾക്കപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ അത് വാക്തത്വം നമ്മുടെ മേലുള്ളത്. ലഘുവായ ചില പ്രശ്ന സങ്കീർണമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും മതി മതി, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കൊരു നന്മ എനിക്കില്ല, ഇതിനപ്പുറത്തേക്കൊരു ജോലി, സ്തോത്രം, ജോലി ഇനി എനിക്കില്ല, ഇതിനപ്പുറത്തേക്ക് എൻ്റെ കുടുംബം ഉയരത്തില്ല, ഇതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ എനിക്ക് വരത്തില്ല എന്ന് നമ്മുടെ മാനുഷിക ബുദ്ധിക്കകത്ത് പറയുമ്പോൾ, ഇന്ന് പകൽക്കാലത്ത് ഈ വചന കേൾക്കുന്ന ദൈവദാസന്മാർ, അഭിഷക്തന്മാർ ദൈവജനത്തോട് പറയില്ല, ദൈവം നമുക്ക് നമ്മുടെ മേലൊരു വാക്തത്വം ചെയ്തിട്ടുണ്ട്, ദൈവം നമ്മുടെ മേൽ ദൈവിക ശക്തി അയച്ചിട്ടുണ്ട്. ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണോ അത് പിശാചാകുന്ന സാത്താൻ നമ്മുടെ അന്തരംഗത്തിനകത്ത് കൊണ്ടുവരുന്ന അത് ചിന്തകള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടിൽ നേരെ പാഞ്ഞിയല്ലോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കാനിടയായി തീർന്നു. കാരണം നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം ഒരിക്കലും അദ്ദേഹം ജീവിതത്തിൽ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. നമ്മെ സ്തോത്രം നമ്മെ ശക്തിയോടെ നിർത്തുവാൻ അത് ശക്തനായിരിക്കും ദൈവത്തിന്റെ പാതപെടുത്തല ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ദൈവമക്കളെ മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രശ്ന സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ അത് കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതാണ് ഐറിൻ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന വാക്ക് അത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട്, എബ്രയ ഭാഷയിൽ സമാധാനത്തിന് ഷാലോം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കും. ഷാലോം, അത് ഷാലോം എന്ന വാക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ ആത്മാവ്, ദേഹി, ദേഹം. സ്തോത്രം. നമ്മളെപ്പോഴും അത് സ്തോത്രം പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ദേഹം, ദേഹി, ആത്മാവ്, ആത്മാവ്, ദേഹി, ദേഹം എന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്ന ഷാലോം എന്ന വാക്കിന്റെ പണ്ട് 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഷാലോം അത് ദൈവിക ഷാലോം, സമാധാനം എന്ന് പറയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അത് എബ്രയ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ അത് ഷാലോം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനും ദൈവം ഉടമ്പടി കൊടുത്ത സമാധാനത്തെ കുറിച്ച്, പിന്നെ ദൈവിക നിയമനമാണ് അത് സമാധാനം എന്ന് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയും ദൈവിക നിയമനം, ദൈവം നമുക്ക് നൽകിയ ഒരു നിയമനമാണ് സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ സങ്കീർത്തനം 29:11 വായിക്കും. സങ്കീർത്തനം 29:11 വായിക്കുന്നത് ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകുന്നു, ആ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് സങ്കീർത്തനം 29:11 കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 29:11 ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ദൈവം തന്റെ ജനത്തിന് ആദ്യം കൊടുക്കുന്ന എന്താ? സമാധാനമാണ്. ഹല്ലേലൂയ. അതിനുശേഷം അനുഗ്രഹം. ഇന്ന് പല കുടുംബങ്ങളിൽ അനുഗ്രഹമുണ്ട്, സ്തോത്രം, പക്ഷെ സമാധാനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് സമാധാനം നൽകി ദൈവം നമ്മൾ അനുഗ്രഹിക്കണം. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുന്ന പറയാം. സ്തോത്രം. ദൈവത്തിന്റെ സ്ഥലമായ ഒരു കാര്യം മറന്നു പോകരുത്. തന്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന സമാധാനമാണ്. ഹല്ലേലൂയ. എല്ലാ വിഷയത്തെയും അഭിമുഖീകരിക്കുവാൻ, നാളത്തെ വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ. സ്തോത്രം. ഇന്ന് പല കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അനുഗ്രഹമുണ്ട്. ഒരു കുഴപ്പം, അനുഗ്രഹത്തിന് കുഴപ്പവും പറ്റും. പക്ഷെ ആ കുടുംബത്തിനകത്ത് ഇറങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ സമാധാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം. അപ്പനും അമ്മയും തമ്മിൽ ചേരത്തില്ല. അത് മക്കളും സ്തോത്രം മക്കൾ തമ്മിൽ ചേരത്തില്ല. അത് മക്കളും അമ്മയപ്പന്മാരും തമ്മിൽ ചേരത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ആ കുടുംബത്തിലേക്ക് നോക്കി ഒരു കുഴപ്പം, 2 നില വീടുണ്ട്, നല്ല അത് വില കൂടിയ കാറ് കിടപ്പുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുണ്ട്, എല്ലാ മേഖലകളിലും അവർ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെങ്കിൽ സ്തോത്രം അവർക്ക് സമാധാനമില്ല. എന്നാൽ ദൈവദിനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് സ്തോത്രം വലിയ അനുഗ്രഹങ്ങളും ഭൗതികമായിരിക്കുന്ന വലിയ നേട്ടങ്ങളും കാണാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ അവർ അന്തരംഗത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു സ്തോത്രം ഒരു കാര്യമുണ്ട്. അതാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒന്നുമില്ലെങ്കിലും സ്തോത്ര സന്ധ്യയാകുമ്പോഴത്തേന് അപ്പനും അമ്മയും മക്കളുടെ കൂടിയിരുന്ന് പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ അവളുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങും. ദൈവ സാന്നിധ്യം
രാത്രി ഉറങ്ങുമ്പോൾ അവർ ദൈവത്തോട് ആലോചന, കർത്താവ് നാളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നാളെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞങ്ങളുടെ ജോലി മേഖലയിൽ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഉടനെ ദൈവം ആലോചന കൊടുക്കും. ആലോചന അവരെ ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അവർ കടന്നു ചെല്ലുന്ന സകല മേഖലകളിലും അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. അവിടെയാണ് ദൈവിക അനുഗ്രഹം. അതാണ് ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത്. നമസ്തോത്രം. യോസേഫ് അത് ഫറവോന്റെ യോസേഫ് അത് പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ യോസേഫ് ആ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ യോസേഫ് നിമിത്തമായിട്ട് ആ ഭവനം അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും എന്ന് പറഞ്ഞാൽ ഒരു വചനം പറയുന്നത് ഒരു സമാധാന പുത്രൻ ഒരിക്കലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പാർക്കണമെന്ന് പറയും. നമസ്തോത്രം. നമ്മിലേക്ക് ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന ആ സമാധാനം നാം മറ്റുള്ളവരിലേക്ക് പകരണം. ദൈവം നൽകുന്നതായിരിക്കും സമാധാനം. വചനം പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നാം അനുഭവിക്കുന്ന സമാധാനം അത് ചിലർ ചോദിക്കുക, ഇത്രയൊക്കെ പ്രയാസം വന്നിട്ടും അത് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടും ഇങ്ങനെയൊക്കെ വന്നിട്ടും എന്താ നിങ്ങളുടെ മുഖത്തൊരു മ്ലാനതയില്ലാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ ദുഃഖിച്ച് കാണാത്തത്? ശരിയാണ്, നിങ്ങളുടെ ദൈവവൈദ്യല ആ ദൈവവൈദ്യൽ ആയതുകൊണ്ട് നിങ്ങളുടെ മുഖം ദുഃഖമില്ലാത്തത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മിലുള്ള സമാധാനം തിരിച്ചറിയണം. മറ്റുള്ളവർ നമ്മൾ സമാധാനം. ഇപ്പം പത്രോസിനോട് ചോദിച്ചു, പത്രോസ് എന്താ കിടന്നുറങ്ങുന്നത്? സ്തോത്രം, നാളെ നിന്റെ തല ഛേദിക്കപ്പെടുമല്ലോ. എന്നാൽ പത്രോസ് പറയുന്ന കാര്യം, എന്റെ തല ഛേദിക്കപ്പെടുക നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന നീ വൃത്തനാകുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ കൊണ്ടുപോകാനിടയായി തീരും എന്ന് പറഞ്ഞാൽ അവന്റെ അന്തരംഗത്തിനകത്ത് ദൈവകൃപ ഉള്ളിടത്തോളം കാലം ഒരിക്കലും അവന് പതറിപ്പോണ്ട സാഹചര്യം ഉണ്ടാകേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സമാധാനം മറ്റുള്ളവർ കാണുമ്പോൾ അത് നാം മറ്റുള്ളവർ തിരിച്ചറിയണം. ഇവൻ ദൈവത്തിന്റെ പൈതല, ഇവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ മകള. ഇല്ലായ്മയൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ അത് ആ ഇല്ലായ്മയുടെ നടുവിൽ ഒരു മകൾ കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനം, എന്തൊരു ഐശ്വര്യം. ചില പറയട്ടെ, ചില വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ എന്തൊരു ഐശ്വര്യമാ ആ വ്യക്തിയെ കാണുമ്പോൾ. എന്തൊരു സമാധാനമാണ്. നമുക്കറിയാം, ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം. ചിലരോട് പറയാം, നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം, നിങ്ങളെ കാണും, നിങ്ങൾ വീട്ടിലേക്ക് വരണം. അഭിഷക്തന്മാർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് എന്താ അവരിൽ ഒരു ദൈവിക സമാധാനമായിട്ട് ആ സമാധാനം ഇവർ അറിയാതെ മറ്റുള്ളവരിലേക്ക് ചെല്ലുക. അതുകൊണ്ട് പതിനും പറയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാർ. യേശു കർത്താവ് ലോകത്തിലായ സമയത്ത് യേശു എങ്ങും ചെന്ന് പ്രശ്നം നമുക്ക് കാണുന്നില്ല. ആരോട് വഴക്കുണ്ടാക്കിയിട്ട് കാണുന്നില്ല. യേശുവിന് ലോകത്തിൽ ജീവിച്ച ഏറ്റവും യേശു കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം, യേശു കർത്താവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം നാം അറിയാതെ പോകത്തില്ല. അറിയാതെ ഒന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മഹത്വം നാം തിരിച്ച. രണ്ട്, യേശു ക്രിസ്തുവിന്റെ അത് മനുഷ്യത്വത്തിന്റെ തിളക്കം. യേശു മനുഷ്യനായി ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു പഠിപ്പിച്ചതും യേശു കാണിച്ചതും യേശു പറഞ്ഞതും യേശു ജീവിച്ച് കാണിച്ചതും അത് സമാധാനം, അത് മാത്രം യേശു കാണിച്ചത്. സ്തോത്രം. എങ്ങും ചെന്ന് യേശു വഴക്കുണ്ടാക്കിയിട്ട് കാണുന്നില്ല. എങ്ങും ശിഷ്യന്മാരുടെ ഇടയിൽ സ്തോത്രം ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ യേശു അവിടേക്ക് വന്ന് അവരുടെ ജീവിതത്തിൽ യേശു ഒരു മാതൃക കാണിച്ച് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ് യേശുവിന്റെ ജീവിതം കൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ആ യേശുവിന്റെ അനുഗാമികളായിരിക്കുന്ന, യേശുവിനെ പിന്തുടരുന്നവരായിരിക്കുന്ന, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന ഒരു കാര്യം പകൽക്കാലം മറന്നു പോകരുത്. അത് നാം ചെല്ലുന്ന മേഖലകളിൽ സമാധാനം ഉണ്ടാകണം. നാം ജോലി ചെയ്യുന്ന അത് സ്തോത്രം ഏത് സ്ഥാപനമായിക്കൊള്ളട്ടെ, അത് ആ സ്ഥാപനത്തിൽ നാം മുഖാന്തരമായിട്ട് അനുഗ്രഹം പ്രാപിക്കണം. യോസഫ് നോക്കിക്ക് യോസഫ് കടന്നു ചെന്ന് സ്തോത്രം പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യോസേഫ് നിമിത്തമായിട്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാനിടയായി. കാരാഗ്രഹം ചെന്നപ്പോഴോ ആ കാരാഗ്രഹത്തിന്റെ മേധാവി പോലും യോസേഫിനെ കാലിൽ ഏൽപ്പിക്കാനിടയായി തീർന്നു. എന്തുകൊണ്ട്? ഒരു സമാധാന പുത്രനാണ്. സമാധാനപുത്രനായതുകൊണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കാമെന്ന് അവിടുത്തെ കാരാഗ്രഹം പ്രമാണിക്കു തോന്നി. സ്തോത്രം. ഇനി ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഫറവോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ ഉയർന്ന പല സ്ഥാനം മുഴുവൻ അത് യോസേഫിന് കൊടുക്കാനിടയായി തീർന്നു. ഒരു സമാധാനം, നാം സമാധാനം മറ്റുള്ളവർ കൈമാറുന്നുവെങ്കിൽ നാം ചെല്ലുന്നിടത്ത് അത് ഒരു വഴക്കുള്ള മേഖലയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഐക്യതയില്ലാത്ത മേഖലയായിരുന്നു. പക്ഷെങ്കിൽ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ, ഒരു അഭിഷേകം പ്രാപിച്ചൊരു ദൈവവൈദ്യനുണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. രണ്ട്, സമാധാനം നൽകി അനുഗ്രഹിക്കും. അനുഗ്രഹം സ്തോത്രം എല്ലാം ഉണ്ടെങ്കിലും അവിടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിലോ
സ്തോത്രം. നീ ഒരു കാര്യം പറയുക, സ്തോത്രം, ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ് ദൈവിക സമാധാനം എന്ന് പറയുന്നത്. ഈ ദൈവിക സമാധാനത്തിൽ അന്ത്യത്തോളം നാം നിലനിൽക്കണം. ഈ ദൈവിക സമാധാനത്തിൽ ഈ സമാധാനം അനുഭവിക്കാത്തവര് നമ്മൾ ക്രിസ്തുവിന്റെ സമാധാനം അവരിലേക്ക് പകരണം. നാം അനുഭവിക്കുന്ന സന്തോഷം, നാം അനുഭവിക്കുന്ന സമാധാനം നമ്മൾ തിരിഞ്ഞു നോക്കിക്ക്. അത് പല പ്രശ്ന സങ്കീർണമാർഗ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പ്രശ്ന സങ്കീർണമാർഗ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ട് ആരും നമുക്ക് സഹായിപ്പാനില്ലാതെ എല്ലാവരും നമ്മളെ പുറത്ത് മാറി കർത്താവ് ആത്മഹത്യ മതി എന്ന് ചിന്തിച്ച സമയങ്ങളിൽ ആരോ നമ്മുടെ ഭവനത്തിലേക്ക് വന്നു. എവിടെയോ നിന്ന് നമ്മൾ സുവിശേഷം കേട്ട് ആ സുവിശേഷം പറഞ്ഞ വ്യക്തിയുടെ സമാധാനം അത് നമ്മിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട ആത്മഹത്യ വേണ്ട, ഈ ക്രിസ്തുവിന്റെ സ്നേഹം മതി, ക്രിസ്തുവിന്റെ സമാധാനം മതി എന്ന് വന്നതുകൊണ്ടല്ലേ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങൾ കാരണമായി തീർന്നത് എന്ന് പറയുന്നത് പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സമാധാനം നഷ്ടപ്പെടും. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് അത് ഭവനത്തിനകത്ത് നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കുവാൻ കഴിയാതെ വന്നു. ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രി പോലുള്ളതായിരിക്കും മിനിസ്ട്രിയിൽ കൂടെ അനേകരോട് ദൈവത്തിന് സംസാരിക്കുകയും അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിന്റെ സമാധാനം അവരിലേക്ക് പകർന്ന് ആരും നശിച്ചു പോകാതെ തന്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം അവന് ലോകത്തെ സ്നേഹിക്കാനിടയായി തീർന്നു. തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ അത് നമുക്ക് സമാധാനം നൽകിയെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവര് സ്തോത്രം വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അത് രണ്ടാമത് പറയുന്നു ഐശ്വര്യമായിട്ട് അവന്റെ വചനം വസിക്കട്ടെ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം സമയത്തിന്റെ അത് അത് ആ സമയം നമുക്ക് അത് തീർന്നുകൊണ്ടിരിക്കുന്നു. അത് സ്തോത്രം കർത്താവ് അനുവദിക്കുന്ന വർഷം ദൈവം അനുവദിക്കുക അടുത്ത ഏതെങ്കിലും സമയത്ത് അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം ക്രിസ്തുവിന്റെ സമാധാനത്താൽ ദൈവം നമ്മൾ നിറയ്ക്കട്ടെ. അനേകം നശിച്ചുപോടുന്ന ഈ കാലഘട്ടത്തിൽ അനേകര് അത് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. അനേകരോട് ഈ സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ല സുവിശേഷകരായി അത് നമ്മുടെ ചുറ്റുപാടുകൾ അനേകർ സമാധാനമില്ലായിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ അവൾ വീടിന്റെ വാതിൽ തുറന്നൊന്നും വരത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ശക്തമായിട്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആദാശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഭവനങ്ങളിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ട് അത് ദൈവത്തിന്റെ മഹത്വം അവരിലേക്ക് വെളിപ്പെടാനിടയായി. തീർച്ചയായിട്ട് എന്നെ കേൾക്കുന്ന ഈ ഫേസ്ബുക്ക് ലൈഫിൽ കൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് സമാധാനമില്ല, ജീവിതത്തിൽ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എന്താണ് ഈ അടുത്ത നിമിഷം എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത ആകുലത്തോടെ നിൽക്കുന്നുവെങ്കിൽ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, കർത്താവിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മൾ അത് അതിശയമായിട്ട് വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കൽ പിന്മാറിപ്പോകാതെ വണ്ണം അത് നാം അറിഞ്ഞിരിക്കുന്ന കാര്യം യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകൂ. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കൂ. യഹോവ ശക്തി നൽകൂ. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കൂ. ഇന്ന് പകലക്കാലം സമാധാനം നൽകി കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ ഫേസ്ബുക്ക് ലൈഫിൽ കൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അത് കർത്താവ് ധാരാളം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അത് ക്രിസ്തുവിന്റെ സമാധാനം അത് നമ്മളിൽ വാഴട്ടെ. ക്രിസ്തു ഐശ്വര്യമായിട്ട് ദൈവത്തിന്റെ വചനം അത് നമ്മളിലേക്ക് കർത്താവ് നിറച്ചുകൊണ്ട് ഈ ദിവസം ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ദൈവിക വിടുതലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കും. അതിനായിട്ട് ദൈവം ഈ ദിവസം ഒരുക്കുമാറാകട്ടെ എന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുവാൻ സ്വർഗത്തിലെ കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചിരുന്ന അഭിഷക്തന്മാർക്കും ഞാൻ കർത്താവ് സ്നേഹിക്കുന്ന എന്റെ സഹോദരി പ്രിയ സജുവിനും പ്രത്യേകമായിരിക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമായി മിനിസ്ട്രി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന അനുഗ്രഹത്തോടുകൂടി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.